ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ച് പശ്ചിമേഷ്യയിൽ വീണ്ടും കടുത്ത യുദ്ധഭീതിയും നയതന്ത്ര അനിശ്ചിതത്വവും പുകയുകയാണ്. അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് ഈ പാതയിലൂടെ സുരക്ഷിതമായി കടന്നു പോകാനുള്ള പരസ്യമായ ഉറപ്പ് ഇറാൻ നൽകണമെന്ന് അമേരിക്ക കടുത്ത ഭാഷയിൽ ആവശ്യപ്പെട്ടതോടെയാണ് മേഖലയിൽ സമാധാന അന്തരീക്ഷം വീണ്ടും തകർന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന ദുർബലമായ വെടിനിർത്തൽ കരാർ വലിയ പ്രതിസന്ധിയിലായ ഈ ഘട്ടത്തിൽ വാഷിംഗ്ടണിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് ടെഹ്റാൻ. ആഗോള ഊർജ്ജ വിപണിയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങൾ അതിവേഗമാണ് മാറിമറിയുന്നത്. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇനിയും തുടർന്നാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് അമേരിക്ക നൽകിയിരിക്കുന്നത്. തങ്ങളുടെ പടക്കപ്പലുകളെയും നിരീക്ഷണ സംവിധാനങ്ങളെയും മേഖലയിൽ വിന്യസിച്ചുകൊണ്ട് US കടുത്ത സമ്മർദ്ദം ചെലുത്തുമ്പോൾ തങ്ങളുടെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റത്തെ ചെറുക്കുമെന്ന സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. ഈ തന്ത്രപ്രധാനമായ ജലപാതയുടെ പൂർണ്ണമായ നിയന്ത്രണം തങ്ങളിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നതെന്നാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട്. ഈ പ്രദേശത്തെ ഏതെങ്കിലും തരത്തിലുള്ള വിദേശ സൈനിക സാന്നിധ്യമോ ഇടപെടലോ അനുവദിക്കില്ലെന്ന് തെഹ്റാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. തങ്ങളുടെ ദേശീയ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക നിർദ്ദേശിക്കുന്ന നിബന്ധനകൾക്ക് കീഴ്പ്പെടുന്നത് തങ്ങളുടെ പരമാധികാരത്തെ പണയപ്പെടുത്തുന്നതിന് തുല്യമാണെന്ന് ഇറാൻ ഭരണകൂടം കരുതുന്നുണ്ട്. മേഖലയിൽ നിലനിന്നിരുന്ന വെടിനിർത്തൽ ധാരണകൾക്ക് മേൽ കരിനിഴൽ വീണതോടെ അന്താരാഷ്ട്ര സമൂഹം വലിയ ആശങ്കയിലാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വലിയ തോതിലുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ ഇല്ലാതിരുന്ന പശ്ചിമേഷ്യയിൽ ഇപ്പോഴത്തെ സംഭവങ്ങൾ ഒരു പുതിയ യുദ്ധമുഖം തുറക്കുമോ എന്ന ഭീതി ശക്തമാണ്. പ്രതിദിനം ദശലക്ഷക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിലാണ് ഹോർമുസ് കടലിടുക്കിലൂടെ ആഗോള വിപണിയിലേക്ക് ഒഴുകുന്നത്. ലോകത്തിലെ മൊത്തം പെട്രോളിയം വിപണിയുടെ വലിയൊരു ശതമാനം ആശ്രയിക്കുന്ന ഈ പാതയിൽ തടസ്സമുണ്ടായാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും. എണ്ണവിലയിലുണ്ടാകുന്ന പെട്ടെന്നുള്ള കുതിച്ചുചാട്ടം പണപ്പെരുപ്പത്തിനും ആഗോള വിതരണ ശൃംഖലയുടെ തകർച്ചയ്ക്കും കാരണമാകുമെന്നതിനാൽ ലോകരാജ്യങ്ങളെല്ലാം കടുത്ത ജാഗ്രതയിലാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലിടുക്കിലെ അസ്ഥിരത വലിയൊരു ഭീഷണിയാണ്. ഊർജ ആവശ്യങ്ങൾക്കായി പശ്ചിമേഷ്യൻ എണ്ണയെ വൻതോതിൽ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് ഈ റൂട്ടിലെ സുരക്ഷാ പ്രശ്നങ്ങൾ കനത്ത തിരിച്ചടിയാകും. ഈ ഗുരുതരമായ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനായി ഒമാന്റെ മധ്യസ്ഥതയിൽ ഇപ്പോൾ തീവ്രമായ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ട്. ചരിത്രപരമായി പശ്ചിമേഷ്യൻ പ്രതിസന്ധികളിൽ നിഷ്പക്ഷവും ഫലപ്രദവുമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒമാൻ ഇരുവിഭാഗത്തെയും ചർച്ചകളുടെ മേശപ്പുറത്ത് നിലനിർത്താനുള്ള ശ്രമത്തിലാണ്. തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് സമുദ്രപാതകളിലൂടെയുള്ള സ്വതന്ത്രമായ ചരക്കുനീക്കം ഉറപ്പാക്കേണ്ടത് ആഗോള സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്നാണ് വാഷിംഗ്ടണിന്റെ വാദം. എന്നാൽ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന സമീപനമാണ് ഇറാൻ സ്വീകരിക്കുന്നത്. അമേരിക്കയും അവരുടെ പാശ്ചാത്യ സഖ്യകക്ഷികളും മേഖലയിൽ അനാവശ്യ ഭീതി ഉണ്ടാക്കുകയാണെന്നും അത് തങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക സൈനിക ഉപരോധങ്ങൾ ശക്തമാക്കാനുള്ള തന്ത്രമാണെന്നും ടെഹ്റാൻ വാദിക്കുന്നുണ്ട്. US ഏർപ്പെടുത്തിയിട്ടുള്ള കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നാവികസേനാ വിഭാഗം ഹോർമുസ് കടലിടുക്കിൽ ശക്തമായ സാന്നിധ്യമാണ്. അമേരിക്കയിൽ നടക്കുന്ന ആഭ്യന്തര രാഷ്ട്രീയ ചലനങ്ങളും ഈ നയതന്ത്ര യുദ്ധത്തെ സ്വാധീനിക്കുന്നുണ്ട്. വിദേശ നയങ്ങളിൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതോടെ തങ്ങളുടെ ആഗോള മേധാവിത്വം നിലനിർത്താനാണ് US ഭരണകൂടം ശ്രമിക്കുന്നത്. ഇറാനെ പോലൊരു പ്രാദേശിക ശക്തിക്ക് മുന്നിൽ ദുർബലരായി ചിത്രീകരിക്കപ്പെടുന്നത് ആഭ്യന്തരമായി ഭരണകൂടത്തിന് ദോഷം ചെയ്യുമെന്നതിനാൽ ട്രംപ് കൂടുതൽ കടുത്ത ഭാഷ ഉപയോഗിക്കാൻ നിർബന്ധിതനാകുന്നു. ഈ സാഹചര്യം പശ്ചിമേഷ്യയിലെ മറ്റ് പ്രാദേശിക ശക്തികളെയും സജീവമാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ നീക്കങ്ങളെ പൂർണ്ണമായി പിന്തുണയ്ക്കുമ്പോൾ മേഖലയിലെ മറ്റ് അറബ് രാഷ്ട്രങ്ങൾ കൂടുതൽ ജാഗ്രതയോടെയാണ് കാര്യങ്ങളെ വീക്ഷിക്കുന്നത്. യൂറോപ്യൻ യൂണിയനും ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒമാനിൽ നടക്കുന്ന ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ അത് തങ്ങളുടെ സുരക്ഷയെയും സാമ്പത്തിക താൽപര്യങ്ങളെയും ബാധിക്കുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്കറിയാം. ചർച്ചകളിലൂടെ ഇരുവിഭാഗവും ഒരു പൊതുസമ്മത ഫോർമുലയിൽ എത്തിച്ചേരണമെന്നും പ്രകോപനപരമായ പ്രസ്താവനകളിൽ നിന്ന് ഇരുപക്ഷവും പിന്മാറണമെന്നുമാണ് യൂറോപ്യൻ നയതന്ത്രജ്ഞരുടെ ആവശ്യം. വരും ദിവസങ്ങളിൽ ഒമാനിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. കപ്പലുകളുടെ സുരക്ഷയ്ക്കായി ഒരു നിശബ്ദ കരാറിലോ അല്ലെങ്കിൽ സംയുക്ത നിരീക്ഷണ സംവിധാനത്തിലോ ഇരു രാജ്യങ്ങളും എത്തിച്ചേർന്നാൽ മാത്രമേ താൽക്കാലികമായെങ്കിലും ഈ പ്രതിസന്ധിക്ക് അയവുണ്ടാവൂ.
ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഊർജ്ജ ചാനലിന്റെ ഭാവി ഇപ്പോൾ കനത്ത നിഴലിലാണ്. അമേരിക്കയുടെ കർശനമായ ആവശ്യങ്ങളും ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും തമ്മിലുള്ള ഈ പോരാട്ടം എങ്ങോട്ട് തിരിയുമെന്ന് പ്രവചനാതീതമാണ്. നയതന്ത്രജ്ഞതയുടെയും വിവേകത്തിന്റെയും പാത സ്വീകരിച്ചില്ലെങ്കിൽ ഹോർമുസ് കടലിടുക്കിലെ ഈ പുതിയ സംഘർഷം ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന വലിയൊരു സാമ്പത്തിക സൈനിക ദുരന്തമായി മാറിയേക്കാം.